ഹായ് നമസ്തേ. ഇന്ന് സത്യത്തിൽ ഒരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. എങ്കിലും രാവിലെ ഒരു നല്ല മോട്ടിവേഷണൽ സ്പീച്ച് കാണാൻ കഴിഞ്ഞു. ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തി, യെസ്, ഗുരുരാജ് കർച്ചികയുടെ വീഡിയോ ಆയിരുന്നു ಅದು. ಮಲ್ಲಿಗೆ ಹೂವ ಅದು ಬದುಕದೇ 12 ತಾಸಂತೆ, ಸಾಯಂಕಾಲತ್ತಿಗೆ ಖಂಡಿತವಾಗ್ಲೂ ಅದು ಬಾಡೋಗುತ್ತೆ. ಆದ್ರೂ ಯಾವತ್ತೂ ಅದು ಬೇಜಾರು ಮಾಡ್ಕೊಳ್ಳಲ್ಲದಂಗೆ ಕೊನೆ ಗಳಿಗೆವರೆಗೂ ಒಳ್ಳೆ ಸುವಾಸನೆ ಕೊಟ್ಟು ಹೋಗುತ್ತೆ ಅಂತೆ. ഇവിടെ പറഞ്ഞത് മുല്ലപ്പൂവിനെ കുറിച്ചാണ് കേട്ടോ. അത് ജീവിക്കുന്നതേ 12 മണിക്കൂറാണത്രേ. എന്നിട്ട് പോലും അതിനാരോടും പരാതിയില്ല. എന്തിനെനിക്ക് 12 മണിക്കൂർ ആയുസ് തന്നു എന്ന് അതൊരിക്കലും പരാതിപ്പെടാറില്ല അത്രേ. പകരം അത്രയും സമയം എല്ലാവർക്കും നല്ല രീതിയിൽ സുഗന്ധം പരത്തി അതിന്റെ ജീവിതം അവസാനിപ്പിക്കാറാണ് പതിവെന്ന്. ഇതുപോലൊരു മോട്ടിവേഷണൽ സ്പീച്ച് കേട്ടതിന് ശേഷം ഞാൻ ആക്റ്റീവ് ആയേ പറ്റൂ, അല്ലേ? വീണ്ടും മടി പിടിച്ചിരുന്നാൽ അതിനെന്തർത്ഥാണുള്ളത്? അതുപോലെ ഈവനിങ് സ്നാക്സിന് വേണ്ടി ഞാൻ ചെയ്തൊരു പ്രിപ്പറേഷനാണിത്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതൊരു ഹെൽത്തി വേർഷനാണ്, കുട്ടികൾക്കും അത്യാവശ്യം ഇഷ്ടാവും. ഇതിന് പറയുന്നത് കടലക്കായ് ബേസിരതോ ഓർ കടല ബീജ ബേസിരതോ, ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. രണ്ടും പറയാൻ തോന്നുന്നു കേട്ടോ എനിക്കും ചെറിയൊരു കൺഫ്യൂഷൻ. അതായത് നമ്മുടെ നിലക്കടല ഉണ്ടല്ലോ, അത് പച്ചയായ നിലക്കടല പുഴുങ്ങിയെടുക്കുന്ന രീതിയാണത്. നമ്മുടെ നാട്ടിൽ ഇത് ഞാൻ സാധാരണ കണ്ടിട്ടില്ല. എങ്കിലും ഇവിടെ ഇത് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ നിലക്കടല അത്യാവശ്യം അഴുക്കോട് കൂടെയാണ് നമുക്ക് കിട്ടാറ്. എന്നാൽ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയത് അത്യാവശ്യം നല്ല നിലക്കടലയായിരുന്നു. എന്നാലും ഇതിനെ ഒരുപാട് തവണ ഞാൻ കഴുകി വൃത്തിയാക്കി. കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുക എന്നൊക്കെ പറയാറില്ലേ, ആ രീതിയിൽ ഞാൻ കഴുകിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിർബന്ധമാണ് അത്യാവശ്യം നല്ല വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന്. ഈ കഴുകി വൃത്തിയാക്കിയ നിലക്കടലയുണ്ടല്ലോ, ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ ഉപ്പും ചേർക്കണം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് തന്നെ ചേർക്കണം കേട്ടോ. കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും ബുദ്ധിമുട്ടാണ്. കാരണം ഈ കടല വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമേ അല്ല. പിന്നെ ഞാനിത് വേവിക്കുന്നത് പ്രഷർ കുക്കറിലാണ്. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിലോളം വേണം. എങ്കിൽ മാത്രമേ ഈ കടല വേവത്തുള്ളൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ സാധാരണ കടല വറുത്തല്ലേ കഴിക്കാറ്, അതിനേക്കാളും ടേസ്റ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. കൂടാതെ ഇതിൽ ഓയിലോ എക്സ്ട്രാ സ്പൈസസോ ഒന്നും ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതൊരു ഹെൽത്തി വേർഷനാണ്. വെന്ത ഈ ഒരു കടലക്കായ് ഓക്കെ, അത് കന്നഡ വേർഡാണ്. അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് തണഞ്ഞതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. ഈ കടല പൊളിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മുമ്പൊക്കെ ഞാനിങ്ങനെ കടിച്ചിട്ടൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ മനസ്സിലായി, ഇതിൻ്റെ ടോപ്പ് ഹെഡ് പോർഷനിലായിട്ട് ജസ്റ്റ് നമ്മൾ കൈവച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈസി ആയിട്ട് നമുക്കത് പൊളിച്ചെടുക്കാമെന്ന്. എന്തായാലും അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സോ ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്സിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങളെല്ലാവരും കണ്ടത്. ഇനി ഒരു ഗ്ലാസ് ചായയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇതുപോലുള്ള നല്ല റെസിപ്പികളും നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.